ഹലോ ഗായ്സ്, ഇന്ന് ഒരു ഈവനിങ് ഡേ വിത്ത് മീ നാക്കാം. ഒരു 365 ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളും ഏകദേശം നമുക്ക് സൂപ്പർ ദിവസങ്ങൾ തന്നെയാണ്. അപ്പം അതുപോലത്തെ ഒരു ദിവസത്തിൽ ഒരു അടിപൊളി ഈവനിങ്ങിനെയാണ് നമ്മൾ ഇന്നൊരു സൂപ്പറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പണി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ചെടികളൊക്കെ ഒന്ന് നനയ്ക്കുക, പിന്നെ ഈ കണ്ണ് ഷീറ്റൊക്കെ ഒന്ന് എടുത്തിടുക ഒക്കെയാണ്. പിന്നെ താണ്ടെ ഈ കിടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് അറിയാമല്ലോ എന്ത് രസമാലേക്കാണ്. പിന്നെ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ താണ്ടെ വെറുതെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിൽ മറ്റേ കെറ്റിലല്ല, ആ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന സംഭവം. എനിക്കെൻ്റെ സംഭവത്തിൻ്റെ ശരിക്കുള്ള പേരൊന്നും അറിയാൻ പാടില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം തന്നെ നമ്മൾ ദിവസത്തിന് എല്ലാത്തിനും തന്നെ അത്യാവശ്യം നല്ലവണ്ണം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് വേനൽക്കാലമല്ലേ, അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താലേ പറ്റൂ. No secret, I know that we can keep it beside this picture of you and കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ളതൊക്കെ പച്ചക്കറി, മറ്റൊരു സ്ട്രോബെറി, സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്തിരി വെള്ളം വളർന്ന് കൂട്ടി വെക്കുന്നത് മൊത്തം 30+ പ്ലാന്റ്സ് നമ്മുടെ ഏകദേശം 4 സാധനത്തിൻ്റെ വെള്ളം ഫുള്ളാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഫുൾ നനയ്ക്കുകയാണ്. ഈ കാണുന്നൊക്കെയാണ് സ്ട്രോബെറി ചെടികൾ, പിന്നെ കറ്റാർവാഴ ചെടികൾ, നടക്കുകയാണ്. I believe in the language of love. It's written in the heavens and the stars up above. It takes a little patience. എല്ലാ ചെടികളും നല്ലവണ്ണം തന്നെ വെള്ളം ചേർക്കുക. പിന്നെ ആരുടെയൊക്കെ വീട്ടിൽ മറ്റേ മുകളിലും താഴെയൊക്കെ ആയിട്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഗാർഡൻ ഉണ്ടെന്ന് മുന്നോട്ട് പറഞ്ഞു തരിക. അപ്പോൾ നമുക്ക് കമൻറ്റ് ചെയ്യുക, അപ്പോൾ നമ്മൾക്ക് സീമിച്ചാവുമല്ലോ. നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താ, നമ്മുടെ ഷീറ്റ് എടുക്കൽ പണി. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വീണ്ടും കുറച്ചും കൂടി വെള്ളം എടുത്തു വീണ്ടും നമുക്ക് നനയ്ക്കുന്നുണ്ട്. എന്നിട്ട് ആ വെള്ളമൊക്കെ എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് നനച്ച് കൊടുത്തു. അടുത്തായിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഷീറ്റ് എടുക്കൽ എന്നൊരു പണിയാണ്. അത്യാവശ്യം നല്ല ഒരു സൂപ്പർ സാധനമാണ് ഷീറ്റ്. അപ്പോൾ തന്നെ എല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. എടുക്കാൻ മാത്രമല്ല, അത് അതിൻ്റേതായിട്ടുള്ള പ്ലേസിലും നമുക്ക് കൊണ്ടിടേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ, അതും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് പോവായിരുന്നു. പിന്നെ താഴെ മാത്രമല്ല, അതേ മുകളിലുണ്ട് ഇഷ്ടംപോലെ ഷീറ്റ്. ഇതൊക്കെ എടുക്കാനായിട്ട് എനിക്ക് ഹൾക്കിൻ്റെ അത്ര പൊക്കം വേണം, പക്ഷെ വേണ്ട, അവിടെയൊക്കെ എനിക്ക് അത്യാവശ്യമുള്ള പൊക്കം വെച്ച് ഞാൻ എടുത്തോളാം. ഈ ഷീറ്റൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ നല്ല രസമാണ്, പക്ഷെ ഇച്ചിരി പാടുള്ള പണിയാണ്. പിന്നെ താണ്ടി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആകാശത്തേക്ക് നോക്കിയപ്പോൾ എന്നാ രസമാണെന്നറിയോ.
ഏകദേശം ഒരു ഡ്രോയിങ് ചെയ്ത പോലെ തന്നെ ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ വീടിന് മുന്നോട്ടൊക്കെ പോകും ക്യാ ഹേ ജംഗിളൊക്കെ എന്ന് വരെ ചിന്തിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയാം. നിങ്ങളുടെ വീട്ടിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്നും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പണിയൊന്നും അവസാനിപ്പിക്കണ്ടേ. പക്ഷേ ഇന്നത്തെ ചിലവണിയൊന്നും നമുക്ക് ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമല്ല, കുറച്ചും കൂടി ഉണ്ട്. ദെൻ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചേട്ടാ.